കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് ഈ എപ്പിസോഡിൽ ചെറിയൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ ഈ കഥ പറയുക എന്ന് പറഞ്ഞാൽ കഥയും കവിതയും നോവലും നോവലേറ്റൊക്കെ നല്ല എഴുത്തുകാർക്ക് അങ്ങനെ അനലൈസ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. ഞാനൊരു എഴുത്തുകാരനല്ല. സെപ്റ്റംബർ 20 ദുബായിൽ മില്ലേനിയം എയർപോർട്ട് ഹോട്ടലിൽ കേരള വിഷൻ്റെ ഒരു അന്താരാഷ്ട്ര ബിസിനസ് കോൺക്ലേവ് നടന്നിരുന്നു. ആ കോൺക്ലേവിൽ കേരളത്തിൽ നിന്നുള്ള 100 വ്യവസായികൾ പങ്കെടുത്തു. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള 100 പേർ പങ്കെടുത്തു. അതിന് അറബികളും അനറബികളും ഒക്കെ ആയിട്ട് ഈ 200 പേരുടെ ആ കോൺക്ലേവിൽ ഈ എളിയവനും പങ്കെടുക്കാൻ അവസരം കിട്ടി. അപ്പോൾ അതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സംവിധാനത്തിൽ ഈ ആഡംബര നഗരത്തിൻ്റെ ലോകത്തെ 100-200 രാജ്യങ്ങളിലെ മനുഷ്യർ വസിക്കുന്ന ആ നല്ല മണ്ണിലെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളുടെ ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ആ കോൺക്ലേവിൽ പങ്കെടുത്തത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു അരനൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ 4 പതിറ്റാണ്ട് മുമ്പ് എങ്ങനെയായിരിക്കും ദുബായ്? യൂസഫ് അലിയൊക്കെ പറയുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം നമ്മൾ ആരംഭിച്ചു. അതൊക്കെ പറയാൻ പറ്റിയ ആളുകൾ ആരാണ്? ഇപ്പോൾ MA യൂസഫ് അലിയെ എളുപ്പത്തിൽ കിട്ടില്ല. അപ്പോൾ സുഹൃത്തുക്കളായ 2-3 പേരെ തേടിപ്പോയി. അപ്പോൾ ആണ് അറിയുന്നത് അവരിലും ഒരു കൂട്ടായ്മയുണ്ട്. സൂക്ക് നൊസ്റ്റാൾജിയ, ഷാർജ സൂക്ക് നൊസ്റ്റാൾജിയ എന്ന പേരിലൊരു കൂട്ടായ്മയെക്കുറിച്ച് അറിയുന്നത്. ഏതാണ്ട് 3-4 പതിറ്റാണ്ട് മുമ്പ് ദുബായിൽ ജീവിച്ച മലയാളികളെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, ഒരു ചിന്ത. പ്രവാസം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അത് പ്രയാസമാണ്. ഈ വാക്ക് എനിക്ക് ഈ കൂട്ടായ്മയിൽ തന്നെയുള്ള ഒരാളിൽ നിന്ന് ഇന്ന് രാവിലെ കിട്ടിയതാണ്. എന്നാൽ പ്രവാസത്തെ പ്രണയിച്ചാലോ, പ്രവാസത്തെ ഒരു ക്യാമ്പസ് അനുഭവമാക്കി മാറ്റിയ മനുഷ്യരിലേക്ക് സഞ്ചരിച്ചാലോ? അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും ഒപ്പം അതിൻ്റെ ഏറ്റവും നല്ല തലങ്ങളും അനുഭവിച്ച മനുഷ്യരിലൂടെയാണ് ഇന്നത്തെ നേർരേഖയുടെ സിദ്ധ. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് ഷാർജ നൊസ്റ്റാൾജിയ ടീമിൽ നിന്ന് KLP യൂസഫ്, അതുപോലെ KV മുകുന്ദൻ, ഹാരിസ് അഹമ്മദ്. പ്രേക്ഷകർക്കും ഒപ്പം നൊസ്റ്റാൾജിയ ടീമിനും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ ഈ KLPയിൽ നിന്ന് തുടങ്ങട്ടെ. ചെറുപ്പക്കാരിൽ നിന്ന്, സുന്ദരിൽ നിന്ന് KLP യൂസഫ്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് ദുബായിൽ സ്ഥിരമായി പോകുന്ന ആളാണ്. നമ്മൾ കണ്ട ദുബായ് എന്ന് പറഞ്ഞാൽ ആഡംബര നഗരി, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ, മനോഹരമായ പാതകൾ, ഏറ്റവും ആഡംബരമായ വാഹനങ്ങൾ നിറഞ്ഞ ഒരു ദുബായിയാണ് ഞങ്ങൾ കാണുന്നത്. താങ്കൾ ഏത് ഇയറിലാണ് ശരിക്ക് ദുബായിലേക്ക് ചേക്കേറുന്നത്? ഞാൻ 1979 എന്ന് പറഞ്ഞാൽ 46 വർഷം. യെസ്. ആ ദുബായിലേക്കുള്ള അന്ന് ദുബായിൽ നിങ്ങൾ ചെന്നിറങ്ങുമ്പോൾ നിങ്ങൾ കണ്ട ദുബായ് ഫസ്റ്റ് ഡേ ആ ഒരു ഫ്ലൈറ്റിലായിരിക്കുമോ പോയിട്ടുണ്ടാകുക? ഫ്ലൈറ്റിൽ അന്ന് ഏതാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്? അന്ന് എയർ ഇന്ത്യ. എവിടുന്നാണ് ഫ്ലൈറ്റ് കയറുന്നത്? ഞാൻ നാട്ടിൽ നിന്ന് ട്രെയിനിൽ നമ്മുടെ കൊങ്കണമെന്നില്ലേ, എത്ര ദിവസം എടുത്തു ബോംബെയിലെത്താൻ? 3 ദിവസം എടുത്തു ബോംബെയിലെത്താൻ. അവിടുന്ന് ഫ്ലൈറ്റ്. അന്ന് തന്നെ വിമാനം കിട്ടിയോ? ഇല്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് വിസ കിട്ടിയത്? 40 ദിവസം. അതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? അതിന്റെ പ്രൊസീജിയർ എനിക്ക് എന്റെ നമ്മളൊക്കെ എംബിഷൻ എന്താ വെച്ചാൽ ചോദിച്ചാൽ അന്ന് എന്റെ എംബിഷൻ ഗൾഫിൽ പോകാൻ വെറുതെ എങ്ങനെയൊന്നും ഗൾഫിൽ എത്തിയേ പറ്റും. ഗൾഫത്ത് ഇപ്പം ഫാദർ പിന്നെ നമ്മുടെ ഇന്ന് കാണുന്ന മദീനയുടെ ഫൗണ്ടർ കുഞ്ഞപ്പുരാജൻ, പുള്ളിന്റെ കസിനാണ് എന്റെ ഫാദർ, ജ്യേഷ്ഠ മകനാണ്. അദ്ദേഹത്തോട് പറയുകയും വിത്തിൻ എന്റെ എന്താ പറയുക ഒരു 18 ഇയേഴ്സ് ജസ്റ്റ് ആയിട്ട് ഇത്രയും പാസ്പോർട്ട് എടുക്കുകയും വിത്തിന്റെ ഒറിജിനൽ 18 വയസ്സിലാണോ പാസ്പോർട്ട്? അത് വയസ്സ് കൂട്ടിയിട്ടുള്ള പാസ്പോർട്ട് അല്ല. അത് എന്നോട് അവിടെ പാനൂർ സ്വദേശിയായ ഒരാൾ, അയാള് ഒരു യാദർച്ഛികമായിട്ട് സംസാരം മധ്യേ പറഞ്ഞു ഞാൻ 12 വയസ്സിൽ എത്തിയെന്ന്. ഞാൻ പറഞ്ഞു ഒഫൻസ് ആണെന്ന് പറഞ്ഞു. അവിടെ അത് ആരോടും പറയരുത്. 12 വയസ്സിലെത്തി എന്ന് പറഞ്ഞാൽ അറബ് റോയൽ ഫാമിലിയിൽ അവിടുത്തെ പോലീസ് ചീഫിൻ്റെ ഉമ്മാൻ്റെ PA പോസ്റ്റിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ മൂപ്പർ വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ വാർത്തയാക്കും. വാർത്തയാക്കല്ലേ? അങ്ങനെ വരികയും അവിടെ പിന്നെ പാസ്പോർട്ട് എടുത്തോട്ട് ഫാദർ വിളിച്ചിട്ട് മുമ്പരോട് പറയുന്നു പാക്കേജ് വിസ വേണമെന്ന്. വിത്തിൻ മന്ത് ഓർ 2 മന്തല്ല മാക്സിമം കൊണ്ടല്ല പഠിക്കാൻ തോന്നും. അപ്പൊ അങ്ങനെ ഒന്ന് കയറ്റി വിടുകയും ഞാൻ പിന്നെ അതാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രവാസം എന്ന് പ്രയാസമെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എനിക്കൊക്കെ പോയത് ഇപ്പം തന്നെ ഞാൻ എന്തൊരു ഉപരിപഠനത്തിന് പോയ ഫീൽ എനിക്കുണ്ട്. ഒരു കോളേജിലേക്ക് പോയ ഒരു ഫീലാണ്. കാരണം എത്തിപ്പെടുന്നത് എവിടെയാണെങ്കിലും അവിടെ ആ ഫസ്റ്റ് ദുബായിൽ എത്തിയപ്പോൾ ഒരു 2-3 ദിവസം എന്നെ എല്ലാവരും ഒന്ന് കറക്കി. നമുക്ക് അന്ന് ഇതുണ്ടായിരുന്നു, നമ്മൾ ദുബായിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളെ വേണ്ടപ്പെട്ടിരുന്നെങ്കിൽ കുറച്ച് കാശ് കുറച്ച്
കുറച്ച് കാശ് Pocket money. പോക്കറ്റ് മണി എടുത്ത് നമ്മൾ ആ ഒരു ഈ ദുബായിൽ അന്ന് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഏതാ എയർപോർട്ട് നിങ്ങൾ ദുബായ് ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ഷാർജ എയർപോർട്ട് ഫ്ലൈറ്റ് ഓഫ് ചെയ്തായിരുന്നു. ഷാർജ എയർപോർട്ട് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ യുഎഇന്റെ ഭൂപടത്തിലുള്ള ആദ്യത്തെ എയർപോർട്ട്. ആദ്യത്തെ എയർപോർട്ട് ഷാർജ എയർപോർട്ട്. ഷാർജ എയർപോർട്ട്. പക്ഷെ ആ എയർപോർട്ട് ഇന്നും ബസ് സ്റ്റാൻഡ് പോലെ ഉണ്ടല്ലോ. ഇന്നും വേറെ ഹൈ അതിന്റെ മുമ്പുള്ള വേറെ അവിടെ സൂക്കിൽ ഇപ്പം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ്. അപ്പൊ ഇപ്പൊ എയർപോർട്ട് മാറി അവിടെ. അപ്പം ദുബായിലാണ് വരുന്നത്. ദുബായിൽ നിന്ന് ഷാർജയിൽ പോയി ഒരു 3-4 ദിവസം കറങ്ങിയായിരുന്നു. പിന്നെ ഈ സൂക്ക് എന്നുള്ള സ്ഥാപനത്തിലേക്ക് നമ്മളവിടെ. ഈ ദുബായിൽ നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഒരു അന്തരീക്ഷം എന്താണ്? ഇന്നത്തെ അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രൊഫൈലാണ്. അന്നത്തെ അന്തരീക്ഷം എങ്ങനെയാണ് ദുബായിൽ ഇറങ്ങുമ്പോൾ? അന്നത്തെ ഒരു എയർപോർട്ടിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? എയർപോർട്ടൊക്കെ വളരെ ചെറുതായിരുന്നു, ഒത്തിരി അടമ്പരുന്നില്ല. എന്നാലും ഒരു നമുക്ക് ഇവിടുന്ന് പോയിട്ട് ഇറങ്ങുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ എയർപോർട്ടൊക്കെ. പിന്നെ അതുപോലെ അന്ന് കാണുന്ന വണ്ടികളൊക്കെ. അപ്പൊ ഞാനന്ന് ആദ്യമായിട്ട് വണ്ടിന്റെ സ്പീഡൊക്കെ കാണുന്നത് ശരിക്കും അന്താളിച്ചു പോയിരുന്നു. ആ വണ്ടിന്റെ സ്പീഡൊക്കെ കാണുമ്പോൾ. അന്ന് അവിടെ ഏതൊക്കെ വണ്ടികളാണ് ഉണ്ടായിരുന്നത്? ടൊയോട്ട, മസ്ഡ മാക്സിമം ആ 2 വണ്ടികളേ ഉള്ളൂ. ടൊയോട്ട, മസ്ഡ. അതിന്റെ പുറമെ നിസ്സാൻ ഉണ്ടാവാറുണ്ട്. അതാണ് ഓർമ്മയിലുള്ളത്. യെസ്, നമുക്ക് തിരിച്ചു വരാം. നമുക്കൊന്ന് മുകുന്ദനോട് ചോദിക്കാം. മുകുന്ദൻ ഏത് ഇയറിലാണ് അങ്ങോട്ട് പോകുന്നത്? ഞാൻ 92-93 എങ്ങനെയാണ് അങ്ങോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം വരുന്നത്? ആഗ്രഹമല്ല, ശരിക്കും ഞാൻ എടുത്തെറിയപ്പെട്ടതാണ്. എങ്ങനെ? എന്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഫീൽഡാണ്. ഞാൻ സ്വപ്നം കണ്ടിട്ടേ ഇല്ല. ഞാനിവിടെ വെണ്ണ കോളേജിലെ പഠനമെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു തൊഴിൽ നാട്ടിൽ തന്നെ സർവീസിൽ ചേരണമെന്ന് എഴുതി, SI പോസ്റ്റ് പരീക്ഷ എഴുതി, വിദ്യാർത്ഥികൾക്ക് എഴുതി ഇങ്ങനെ. പക്ഷെ അതിൽ നിന്നൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്താ കാരണം? കുഴപ്പം പിടിച്ച കാരണം വല്ലതും ആണോ? പൊളിറ്റിക്സ് ഉണ്ടായിരുന്നോ? പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. വെണ്ണ കോളേജിൽ ചെയർമാനായിരുന്നു. ഏതിന്റെ? SFI. വിപ്ലവ പാർട്ടിയുടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവ്. മറ്റേ ഗോവ എന്താ നമ്മള് മറ്റേ മുകുന്ദന്റെ കഥ പറയുന്ന പോലെ ആയോ? ക്യൂബ മുകുന്ദന്റെ കഥ പോലെ ആയോ? യൂണിയൻ സെക്രട്ടറി ആയിരുന്നു, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആയിരുന്നു. 5 വർഷവും അവിടുത്തെ യൂണിയൻ ഭാരവാഹിയായിരുന്നു. ഓ, ആ പോക്ക് പോയിരുന്ന ഇന്ന് MLA ആയിരുന്നു പാനൂരിന്റെ. ഞാൻ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, രജീന്ദ്രനാഥ്, DYFIയുടെ നേതാവ്. ഒരു 25-30 വർഷം മുമ്പൊക്കെ പത്രപ്രവർത്തന രംഗത്തുള്ളപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ വാർത്ത കൊടുക്കുമായിരുന്നു. പക്ഷേ ഇന്നും അദ്ദേഹത്തെ കാണുമ്പോൾ ഇന്നും അദ്ദേഹം പാർട്ടിയുടെ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു നേതാവ്. അപ്പോൾ ഞാൻ പറയും, നിങ്ങളൊക്കെ എവിടെ എത്തേണ്ട ആളുകളാണ് എന്ന് പറയുന്ന പോലെയാണ് മുകുന്ദൻ. ഒരു പക്ഷേ അതെയാ അദ്ദേഹം മത്സരിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ കോളേജിൽ ചേർന്നു. എനിക്ക് ഓർമ്മയുണ്ട്. രജീന്ദ്രൻ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ താങ്കൾ അങ്ങനെ പ്രയാസമുണ്ട്, നാട്ടിലെ കുടുംബത്തിലെ പ്രയാസം കൊണ്ടാണ് ഗൾഫിലേക്ക് പോകുന്നത്. അല്ലാതെ സംഘർഷത്തെ തുടർന്ന് രക്ഷപ്പെട്ടതൊന്നും അല്ലല്ലോ. ഇല്ല, കാരണം പാനൂർ മേഖലയോട് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ജീവിതം ഒന്ന് കൈപിടിപ്പിക്കുക എന്നുള്ള ഒറ്റാഗ്രഹം, കുടുംബത്തിനോടുള്ള 2 പ്രശ്നങ്ങളായിരുന്നു എൻ്റെ മുമ്പിൽ. കുടുംബത്തോടാണോ സമൂഹത്തോടാണോ ഞാൻ ഒരു കൂറ് പുലർത്തേണ്ടത് എന്നുള്ള ചോദ്യം എൻ്റെ മുന്നിൽ വന്നപ്പോ അത് കുടുംബത്തോടാണ് ഇപ്പം എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു. പാർട്ടി സമ്മതിച്ചോ? പാർട്ടിയോട് ചോദിച്ചു? പാർട്ടിക്ക് അറിയാം. അന്നത്തെ ഏരിയ സെക്രട്ടറി ആരായിരുന്നു? അന്നത്തെ സെക്രട്ടറി പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമുള്ള ഒരു കാര്യമാണ് അനുമതി തേടണം, പോകണം അല്ലേ? പാർട്ടിയിൽ അങ്ങനെ തന്നെ പെട്ടിയെടുത്ത് പോവാം. പാർട്ടി സംബന്ധിച്ചു, പാർട്ടിക്കറിയാം. പാർട്ടി സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. നമുക്ക് നടത്തന്നെ നിന്നുകൂടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ എന്തായിരുന്നു അന്നത്തെ സാഹചര്യം? കാരണം ഇന്നത്തെ തലമുറ എത്ര മക്കളായിരുന്നു നിങ്ങൾ? ഞങ്ങൾ 8 മക്കളാണ്. എത്രാമത്തെ ആളായിരുന്നു? ഞാൻ അഞ്ചാമത്തെ. ഈ കുടുംബം പിന്നെ മാതാപിതാക്കൾ എന്തായാലും ചെയ്തു? അന്ന് അച്ഛൻ കൂലിപ്പണി കല്ലുകൊത്തായിരുന്നു. അമ്മ പിന്നെ നടപ്പണിയായിട്ട് ഇങ്ങനെ പോകും. മൂത്ത ജ്യേഷ്ഠനായിരുന്നു ഞങ്ങളുടെ ശരിക്കുള്ള ഒരു കുടുംബം. അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹമാണ് നമ്മുടെ കുടുംബത്തെ ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നാടൻ പണിയെടുത്ത് കല്ലുകുത്തി. ഞാനടക്കം ഞാൻ 10ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ തന്നെ ജ്യേഷ്ഠന്റെ കൂടെ അച്ഛൻ്റെ കൂടെ കല്ലുകൊത്തി കപ്പണയിൽ നിന്ന് പണിയെടുത്തിട്ടാണ് ഞാൻ കോളേജിലും സ്കൂളൊക്കെ പോയിക്കൊണ്ടത്. വെണ്ണം കോളേജിൽ ഞാൻ എത്തുമ്പോഴും ഞാൻ 11 മണി വരെ കല്ലുകൊത്തി. അതിനുശേഷമാണ് ഞാൻ കോളേജിലെത്തും. അങ്ങനെ ഉള്ള ഒരാളാണ്. ഡിഗ്രി ഒരു ക്ലാസ്സിലും വരാതെ അവിടുന്ന് ഡിഗ്രി പാസ്സായി PG ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഗൾഫിൽ പോകാനുള്ള ഒരു സാഹചര്യം. ചോദിക്കാനുണ്ട്, തിരിച്ചു വരാം മുകുന്ദനോട്. കാരണം PG ചെയ്യാനുള്ള ഒരു മോഹവും വെച്ച് നടന്ന ചെറുപ്പക്കാരൻ അറബി നാട്ടിലേക്ക് അന്നത്തെ കാലത്ത് പറിച്ചു കിടന്നത് കുറച്ച് വേദനയുള്ള കാര്യമാണ്. ഒരു പക്ഷേ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കാണാനൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് കാത്തു നിൽക്കേണ്ടി വരികയായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വളർച്ചയാണ് അവിടെ മുരടിച്ചു പോയത്. എന്തായാലും അതിലേക്ക് വരാം. അതിനുമുമ്പ് ഹാരിസ് അഹമ്മദ്, എന്താണ് താങ്കൾ എങ്ങനെ ദുബായിൽ എത്തിപ്പെട്ടു? ഞാൻ ദുബായിൽ എത്തുന്നത് കുടുംബപരമായ പശ്ചാത്തലത്തിൽ. അതായത് നമ്മുടെ എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ
മാതാപിതാക്കളുടെ മാത്രമല്ല വലിയൊരു ഫാമിലി, ഇന്നും 1000-ഓളം ആളുകൾ പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോകുന്നത് ബ്രദറാണ് യൂസഫ്. ഓ, നിങ്ങൾ സഹോദരങ്ങൾ കൂടിയാണ്. അപ്പൊ പുള്ളി ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പിന്നെ പിതാവിന്റെ ഒരു ഉപ്പയുടെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അതായത് നീ തനിച്ചാണ് പോകുന്നതെങ്കിലും ഈ കുടുംബത്തെ മുഴുവൻ പ്രതിനിധീകരിച്ച് അവരുടെ ഒരു താങ്ങും തണലുമായിട്ടാണ് നീ ദുബായിലേക്ക് പോകുന്നത് എന്നുള്ളൊരു അറമ്പറ്റി ഒരു വാക്കായിരുന്നു. സത്യത്തിൽ ആ വാക്ക് ശരിക്കും വെറുതെ പറയില്ല, അറമ്പറ്റി എന്നുള്ളത് അത് ഇന്ന് അന്വർത്ഥകമാകും, യാഥാർത്ഥ്യമാകുകയാണ്. ഈ ഫാമിലി, എൻറ്റയർ ഫാമിലിയിലുള്ള ആളുകൾ പിന്നീട് കയറുന്നത് എല്ലാം ഇങ്ങയുടെ ആ ഒരു ചാനലിൽ കൂടിയാണ്. അല്ല, താങ്കളുടെ വിദ്യാർത്ഥി കാലമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിദ്യാർത്ഥി കാലം എന്ന് പറയുന്നത് എവിടെയാണ് പഠിച്ചതെല്ലാം? വളവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ നിന്ന് പഠനം കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ബാക്കി വെച്ച് പോയ ഒരു പലചരക്ക് കച്ചവടം ഉണ്ടായിരുന്നു പോകുന്ന സമയത്ത്, ഒന്ന് പറഞ്ഞല്ലോ. അത് പിന്നെ പരമ്പരാഗതമായിട്ട് ഇദ്ദേഹത്തിന് അനുജൻ, പിന്നെ ഏറ്റവും അവസാനത്തെ നമ്മുടെ ഫാമിലി ഏറ്റവും അവസാനം. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 7 പേരാണ്. അതിൽ ഏറ്റവും ഇളയാളാണ് നിങ്ങൾ. ഈ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അത്യാവശ്യം രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? ഇല്ല, രാഷ്ട്രീയം അന്നുമില്ല ഇന്നുമില്ല. എഴുത്തുണ്ട്, മൂല്യാധിഷ്ഠിത എഴുത്തുണ്ട്. എഴുത്തും വായനയും നമ്മുടെ ഒരു കൂടപ്പിറപ്പാണ്. എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? ഒരു പുസ്തകം കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെയറിൽ. എന്താണ് അതിന്റെ പേര്? ഖയാൽ. എന്താണ് അതിന്റെ ഇതിവൃത്തം? കവിതകളാണ്. അപ്പോൾ അതൊരു കവിയാണ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നിങ്ങളാണ് തീരുമാനിക്കണം. അത് കവിത വായിക്കണം, വായിച്ചിട്ട് പറയണം. വായിക്കും. യൂസഫ് ഭായ്, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരു കെട്ട് സാധനങ്ങളായിട്ടില്ല, എന്താ കയ്യിൽ കൊണ്ടുവന്നത്? ഒന്ന് എടുത്തായിട്ട് നോക്കാലോ. പാസ്പോർട്ട് വേണം. നോക്കട്ടെ, എത്ര പാസ്പോർട്ട് ഉണ്ട്? നിങ്ങൾ കണ്ടിട്ട് വരും. അതെ, 2 പാസ്പോർട്ട് മിസ്സാണ്. ഇത് എണ്ണി നോക്കി എത്ര ഉണ്ടെന്ന് അറിയാം നമുക്ക്. ഇരുപത് പാസ്പോർട്ട് റണ്ണിംഗ് പാസ്പോർട്ടാണ്. റണ്ണിംഗ് പാസ്പോർട്ട് 20. അപ്പൊ 22 എണ്ണം മൊത്തം. 22 മിസ്സായിട്ടുണ്ട്. കുറച്ച് വലിയൊരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു, കുറച്ച് വലിപ്പമുള്ളത്. അതായത് മിസ്സായതാണ്. ആദ്യത്തെ പാസ്പോർട്ട് എപ്പോഴാണ് കിട്ടിയത്? 18 വയസ്സിലോ? അത് അന്ന് എവിടെ പാസ്പോർട്ട് എടുത്തത്? കോഴിക്കോട് നിന്ന്. കോഴിക്കോട് നിന്നാണ് പാസ്പോർട്ട് എടുക്കുന്നത് അല്ലെ? ആ പാസ്പോർട്ട്, ഈ ഇത്രയും പാസ്പോർട്ടിൽ എത്ര തവണ എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇതുവരെ? ജോലി അർത്ഥം ഗൾഫ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഫ്രാൻസ് പോയിട്ട് യൂറോപ്പിൽ പോയിട്ട് ഈ കെട്ടുകളെല്ലാം കയ്യിലുണ്ട്. എല്ലാം പേരുണ്ട്. റിമാർക്കുകൾ പോലും ഉണ്ട്? ഒന്നുമില്ല, സോഫാ റിമാർക്കില്ല. പരിശോധിക്കുവാണെങ്കിൽ ഇത് പരിശോധിക്കണമെങ്കിൽ ഞാൻ വേറെ മണിക്കൂറുകൾ വേറെ കാണണം അല്ലേ? ഒരു റിമാർക്കും ഇല്ല. സോഫ നമ്മളെന്താ പറയുക, നമുക്ക് പിന്നെ ഇന്ന് വരെ പാസ്പോർട്ട് കൊണ്ട് ഒരു തരികടിയും കളിച്ചിട്ടുമില്ല, കളിക്കേണ്ട ആഗ്രഹിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോ നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയുക നന്നായിട്ട് നിന്ന് പോകും. ഈ താങ്കൾ ദുബായിൽ ചെന്നിറങ്ങുമ്പോ ഇന്നത്തെ അവിടുത്തെ റോഡുകളൊക്കെ അന്നും പിന്നെ ശരി പോഷായിരുന്നില്ലെങ്കിൽ ഒരു 2 ട്രാക്ക് 2 ട്രാക്ക് ആയിരുന്നു. ഞാൻ അന്ന് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് വന്നത് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, അന്ന് ഈ ഡിവൈഡറോ പിന്നെ ഇന്റർചേഞ്ച് ഒന്നുമില്ല. ശരിക്കും ഈ യൂട്ടേണൊക്കെ എടുക്കുന്ന സമ്പ്രദായം ശരിക്കും 4 ട്രാക്ക് 2 ട്രാക്ക് തന്നെയാണ്. പക്ഷെ യൂട്ടേണൊക്കെ എടുക്കാൻ പറ്റും. ഒരുപാട് മരണങ്ങൾ നടക്കുന്ന സമയത്ത്. കാരണം സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം, പക്ഷെ യൂട്ടേൺ സിഗ്നലൊന്നുമില്ല. ഇന്നിപ്പോ നമ്മള് ഷെയ്ഖ് പോവാണെങ്കിൽ ശരിക്കും 12 ഇന്റർചേഞ്ച് ആണ്. അന്നും തിരിച്ചു വരണ്ട ഇന്റർചേഞ്ച് ഇല്ല, ജസ്റ്റ് യൂട്ടേൺ ഇല്ല. അന്ന് പിന്നെ കയ്യൂക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യൂട്ടേൺ എടുത്ത് രക്ഷപ്പെട്ടു. അത് അങ്ങനെ തന്നെയാണ്. താങ്കൾ ദുബായിൽ ഇറങ്ങിയിട്ട് ആദ്യം ജോലി കിട്ടിയത് എവിടെയാണ്? എവിടെയാണത്? ഷാർജ. ദുബായിൽ ഇറങ്ങിയെങ്കിലും ഷാർജ എങ്ങനെയുണ്ട്? അന്ന് 7 എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദുബായ്, ഷാർജ, അജ്മാൻ, അബുദാബി, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ, ഒരെണ്ണം കൂടി ഫുജൈറ. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഷാർജയിലേക്ക്. അന്നത്തെ ഷാർജ എങ്ങനെയായിരുന്നു? ഷാർജ അന്ന് കമ്പാരിറ്റീവ്ലി ദുബൈനെ കുറച്ചുകൂടി പ്ലാൻ സെറ്റ് ആയിരുന്നു. അന്ന് സിഗ്നലൊന്നും ഇല്ലാത്ത പിന്നെ കംപ്ലീറ്റ് റൗണ്ട് ബോട്ട് മാത്രമേ ഉണ്ടായിരുന്നു. സിഗ്നലിൽ ഏറ്റവും കൂടുതൽ റൗണ്ട് എന്ന് കാണാം നമ്മളവിടെ. ഇപ്പൊ നമ്മുടെ ഷാർജയിൽ ശരിക്കും ഫ്ലൈറ്റിലൊക്കെ വരുമ്പോ ഇസ്മായിൽ യുവാൻ ഷാർജ നമ്മുടെ ഗാർഡൻ തന്നെ. അപ്പൊ ആ സ്ഥാനത്തായിരുന്നു പണ്ടത്തെ നമ്മുടെ എയർപോർട്ട്. ഫസ്റ്റ് ആ എയർപോർട്ട് ഞാൻ പോകുമ്പോഴത്തേക്ക് അടിച്ചുകൂടിയായിരുന്നു. നമ്മൾ വന്ന് വരുമ്പോ ഇവരെ വന്നു, ഷാർജയിലേക്ക് വന്നു. ഷാർജ അൽമദീന ഗ്രൂപ്പിന്റെതാണ് ഈ ഫാൻറ്റം ഗ്രൂപ്പ്. നമ്മുടെ അൽമദീന 3 ഇപ്പൊ എവിടെ ഇറങ്ങിയാലും, അറബി നാട്ടിൽ എവിടെ ഇറങ്ങിയാലും ഒരു അൽമദീന കാണാം. അതിനകത്ത് ഓരോന്നിനും ഓരോ പേരാണ്. ഐൻ അൽമദീന, അക്സ അൽമദീന, അംബർ അൽമദീന. യഥാർത്ഥത്തിൽ ഏതാണ് അൽമദീന? ശരിക്കും വന്ന് നമ്മുടെ പാട്ടിന് പിന്നെ അബ്ദുള്ള ഫാദർ, പിന്നെ ബിബി മമ്മു ഹാജി, പിന്നെ നമ്മുടെ പിന്നെ PPS സലാമിന്റെ ഫാദർ, ഫാദർ, പിന്നെ ഒന്ന് VNK.
PNK എന്ന് പറഞ്ഞ പ്രേക്ഷകർക്ക് തിരിയുള്ളൂ. അയാൾ എവിടെയാണ്? ഇപ്പം അമ്മുവാജിയുടെ പേര് പറഞ്ഞപ്പോൾ മനസ്സിലായി. PPS സലാം മുസ്ലിം ലീഗിന്റെ നേതാവ്, പൊട്ടങ്കണ്ടി അബ്ദുള്ളയുടെ ഭാര്യ പിതാവ്. ഇതറിയാം. ആരാണ്? പൊട്ടങ്കന്റെ ഭാര്യ പിതാവാണ്. സോറി, പൊട്ടങ്കന്റെ പെങ്ങളാണ്. പൊട്ടങ്കന്റെ ഭാര്യ പിതാവാണ് പാക്കഞ്ചി. PNK എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ ചെടികളൊക്കെ വെച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. നല്ല ഭയങ്കര. അപ്പൊ അവര് 3 പേരായിരുന്നു ഒന്നിച്ച് വന്നിട്ട് അവര് തുടങ്ങിയതാണ്. 74 അങ്ങനത്തെ തുടങ്ങിയ ഓർമ്മ ശരിയാണ്. അപ്പൊ ദുബായിൽ വന്നിട്ട് ഒരു അൽമദീന എന്നുള്ള ഒരു ലൈസൻസും അതിന്റെ ഒരു പാർട്ട്ണറും കൂടെ ഒന്നിച്ച് അവർ വാങ്ങിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ മദീന തുടങ്ങി. അതിനുശേഷമാണ് ഷാർജയിൽ വന്നിട്ട് അൽമദീന തുടങ്ങുന്നത്. അതും 76 അവർ തുടങ്ങുന്നത്. അപ്പൊ അതിനുശേഷമാണ് 78 സൂക്ക് ശരിക്ക് ഷാർജ സൂക്ക് എന്ന് പറഞ്ഞാല് പിന്നെ UAE ആദ്യത്തെ മാള്. അത് ശരിക്കും ഒരുവിധം എല്ലാ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന ഇത്തരം നല്ല സൂക്ക് ഇന്നും. സാധാരണ ഇപ്പം ദുബായിൽ അറിയപ്പെടുന്ന ഗോൾഡ് സൂക്ക് മാത്രമാണ് ആ ലെവലിൽ അറിയപ്പെടുന്നത് അല്ലേ? ഗോൾഡ് സൂക്ക് കുറെ കഴിഞ്ഞിട്ട് വരുന്നത്. ഗോൾഡ് സൂക്കും ബാക്കിയുള്ള സൂക്കും കംപ്ലീറ്റ് വരുന്നതിന് ശേഷം. അപ്പൊ ആദ്യത്തെ UAE എമിറേറ്റ്സിലെ ആദ്യത്തെ മാള് എന്ന് പറയുന്നത് ഷാർജ സൂക്കാണ് അല്ലെ? നമുക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് ഭൂതൻ ഈ PG ചെയ്യാൻ ഏത് വിഷയം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്? എക്കോണമിക്സ്. അപ്പൊ അതിന് അഡ്മിഷൻ കിട്ടിയായിരുന്നു? ഞാൻ ക്രൈസ്റ്റിൽ തുടങ്ങിയിരുന്നു. ക്രൈസ്റ്റ് എന്ന് ആരാ നടത്തിയിരുന്നത്? ചുരായിയാണോ? ചന്ദ്രമാഷ കാലം ക്രൈസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെ? MPR ഇഷ്യൂ വരുന്നതിന് മുമ്പ് അല്ലേ? PG ചേർന്നു. എന്നിട്ട് എത്ര നാൾ പോയി? ഞാൻ ഏകദേശം ഒരു വർഷത്തിന് ഇടയിൽ ഞാൻ ഗൾഫിലേക്ക് പോകാനുള്ള സാഹചര്യമാണ്. എൻ്റെ ഒരു ചോദ്യം, താങ്കൾ PG എടുത്ത് താങ്കൾ ലക്ഷ്യമിട്ടത് എങ്ങോട്ടായിരുന്നു? എന്തായിരുന്നു താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നു? നാട്ടിൽ തന്നെ ഏത് ജോലി? ശരിക്കും എനിക്ക് ഞാൻ NCCയുടെ രംഗത്തായിരുന്നു. സ്കൂളിൽ കോളേജിലൊക്കെ NCC മിലിറ്ററി എന്റെ വില്ലേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിലിറ്ററി അവരുടെ ക്ലർക്കായിട്ടുള്ള പരീക്ഷ എല്ലാം പാസ്സായത്. അപ്പൊ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ബ്രിണ്ണൻ കോളേജിൽ ലീഡർഷിപ്പിൽ ഉണ്ടായപ്പോ ഒരു പൊളിറ്റിക്കൽ സ്വപ്നം ഉണ്ടായിരുന്നില്ലേ? ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ അങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും കൂടി എന്നെ അതിനകത്ത് പിടിച്ചിട്ടതാണ്. പിടിച്ചിടുക എന്നുള്ളതല്ല, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം. കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ പോലെ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും വിദ്യാർത്ഥികളൊക്കെ ഒരു ആഗ്രഹം ഞാൻ ആ നിലയിൽ ഉയർന്നു വരണമെന്നായിരുന്നു. പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്റെ കുടുംബമായിരുന്നു. അന്നും ഇന്നും നാട്ടുകാർ സേവിക്കണം, ചെയ്യണം, ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ, ആ ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഒരു ജോലിയായിരുന്നു എന്റെ, സർക്കാർ ജോലി തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ ഒരു സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള പരീക്ഷ എഴുതി. പക്ഷെ നിർഭാഗ്യവശാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന പരീക്ഷ റദ്ദ് ചെയ്തു. ഞാൻ ഷാർജയിൽ എത്തിയ ശേഷമാണ് പരീക്ഷ രണ്ടാമത് എഴുതാൻ വേണ്ടി എനിക്ക് ലെറ്റർ വരുന്നത്. ഏതായാലും ഇവിടെ എത്തിയില്ല. ഇന്നത്തെ ലക്ഷത്തെ നിങ്ങൾ ഷാർജയിലേക്ക് നിങ്ങൾ ഷാർജയിലാണോ ദുബായിലാണോ ആദ്യം ഇറങ്ങിയത്? ഞാൻ ആദ്യം എത്തിയത് ഷാർജയിലാണ്. ഷാർജയിൽ എന്താണ് ആദ്യം കിട്ടിയ പണി? ആദ്യം കിട്ടി പണിയെന്നല്ല, എനിക്ക് ആദ്യം അവിടെ നിന്ന് ഇറങ്ങി നട്ടുച്ചക്കാണ് ഞാൻ എത്തുന്നത് തന്നെ. ഷാർജയിൽ നിന്ന് എയർപോർട്ടിൽ എന്റെ 2 രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ, ഒരു കുഞ്ഞിരാമട്ടുണ്ട്, ഒരു കുമാരാണ്. ഞാൻ എന്നെ കുറിച്ചുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, നമുക്ക് ഈ ഗൾഫ് എന്ന് പറഞ്ഞാൽ മണലാരണ്യാണ്, ചുട്ടുപൊള്ളുന്ന മണലാരണ്യം, ഒട്ടകങ്ങൾ ഉണ്ടാവും, എഴുതുന്നത്. പക്ഷെ ഞാൻ കാറിൽ ഇറങ്ങിയിട്ട് എനിക്ക് താഴെ നോക്കാൻ പറ്റുന്നില്ല, മുകളിൽ നോക്കാൻ പറ്റില്ല, നേരെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചൂട് നട്ടുച്ചക്കെന്ന് പറഞ്ഞാൽ പൊള്ളുന്ന ചൂട്. ഭൂമിനെ താഴെ മേലോട്ട് ആവി ഇങ്ങനെ പറപ്പിച്ച് കയറുക, മേലിൽ നിന്ന് താഴുമ്പോൾ കണ്ണ് പകുതി ചിമ്മി പോകുന്ന ഒരു അവസ്ഥയെ ശരിക്കും ഞാൻ അനുഭവിച്ചു. അതായത് കാർ ഇറങ്ങി റൂമിലേക്ക് എത്തുന്നവരെയുള്ള സമയം ശരിക്കും അടുത്ത അന്തരീക്ഷം, ഈ ഹ്യൂമിഡിറ്റി, ഈ ചൂടിനകത്താണ് നമ്മൾ പ്രവാസികൾ, നിങ്ങൾ പറയുന്ന പ്രയാസികൾ ജീവിച്ചു വന്നത്. എവിടെ അക്കോമഡേഷൻ കിട്ടിയതാണ്? ഷാർജയിൽ പാലസ് ഹോട്ടൽ എന്ന് പറയുന്ന അന്നത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ പാലസ്. പിന്നീട് അത് റൊട്ടാണയായി മാറി, പല പേരിലേക്ക് മാറി. അവിടെ ഇപ്പോൾ ഇല്ല, ഒരു ബ്രിഡ്ജിന്റെ അടുത്താണ്. അവിടെ ചെറിയൊരു വില്ലയിലായിരുന്നു താമസം. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ AC ഇല്ലാതെ ഒരു സ്ഥലമില്ല. എല്ലാ ചെറിയ മുറികൾക്ക് AC. പുറത്തിറങ്ങിയ ചുട്ടുപോകും. ആദ്യം കിട്ടിയ പണി എന്താണ്? ജോലി ശരിക്കും എനിക്ക് പണിയില്ലാത്ത വിസയായിരുന്നു. ഫ്രീ വിസ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. എന്താണ് ആ പ്രയോഗം? എന്താ അതിന്റെ കോൺസെപ്റ്റ് എന്താണ്? അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു 5000 ദിർഹംസ് 6000 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിസ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേരിൽ തരും. നിങ്ങൾ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തു? എവിടെ പോയി ജോലി ചെയ്തു? പിടിച്ചാൽ പണി പോകും. അന്ന് അത്ര പിടുത്തമില്ല, നമുക്ക് ജോലി ചെയ്യായിരുന്നു. ഇപ്പൊ നമ്മൾ നിർബന്ധമായി സ്പോൺസർ ചെയ്ത് തന്നെ ജോലി ചെയ്യണം. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അതിനാണ് ഫ്രീ വിസ. ആദ്യം കിട്ടിയ പണി എന്താ? ആദ്യം എത്ര നാള് പണിയില്ലാതെ ഒരു 2-3 മാസം റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ ഞാനൊരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നി. മറ്റുള്ളവർക്ക് എത്ര പേരുള്ള റൂമായിരുന്നു? 8 പേരുണ്ടായിരുന്നു.
കിടക്കാൻ സ്ഥലമില്ലാതെ കട്ടിലിന്റെ അടിയിൽ വരെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അടുക്കളയിൽ തണയുടെ മുകളിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവർക്കൊരു വിഷമം ഉണ്ടാവരുത് എന്നുള്ളത് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു സ്ഥിതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ഞാൻ ഇവിടെ നിന്ന് എന്റെ സുഹൃത്ത് അബുദാബിയിലുണ്ടായിരുന്നു സഫൈ. ഞാൻ പറഞ്ഞു ഒരു ജോലി വേണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഈ ചുട്ടുകൊള്ളുന്ന ചൂടിൽ എന്താ പണി കിട്ടിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ? ഞാനൊരു ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പറായിരുന്നു. തൗക്ക് കിട്ടിക്കാൻ ഇതിന്റെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോ അതിന്റെ ഈ ഇലക്ട്രിക് ലൈൻ ഉണ്ടാവും. അപ്പോ അതായിരുന്നു ജോലി. എനിക്ക് സന്തോഷത്തോടെ ചെയ്ത ജോലിയാണ്. കാരണം എനിക്ക് അതിന്റെ ഒരു കരുത്തുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്തത് കൊത്തായിരുന്നു. അപ്പൊ എനിക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് ഇതൊരു ഭാരമായിട്ടൊന്നും തോന്നി. എൻജോയ് ചെയ്തു. കാരണം അതൊരു 3 മാസം നിങ്ങൾ ജോലി നേടി അറിഞ്ഞു. ജോലി തരാതെ ആളുകളെ ഇൻസൾട്ട് ചെയ്ത അനുഭവമൊക്കെ ഉണ്ടോ? ചില ആൾക്കാർക്കൊക്കെ ഞാനൊരു ഓഫീസിൽ അഡ്സാബേക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ, പെട്രോളിയം കമ്പനിയിൽ 3 മാസം ഓഫീസിൽ പോയി ജോലി ചെയ്ത്. അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്. പക്ഷെ അവരൊക്കെ ഇടയിൽ വെള്ളം കോളേജിലെ ചെയർമാനായ മനുഷ്യൻ ഇവിടെ ഓഫീസ് പോയി ജോലി ചെയ്യാം. ഒക്കെ ചില ആൾക്കാരുടെ ഒരു മനോഭാവത്തിലെല്ലാം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണിച്ചു നോക്കാം മനസ്സിലുണ്ടായിരുന്നു. ഒരു താൽക്കാലികമായിട്ടില്ല. പക്ഷെ അതേ ഞാൻ തന്നെ അവരുടെ ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ പിന്നീട് ഷാർജയിൽ ഞാൻ ഫാമിലി ആയിട്ട് കഴിഞ്ഞ ആളാണ്. എന്റെ ജീവിതത്തിന്റെ ആദ്യ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയാണ് ഒരുപാട് അനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതേ ഞാൻ തന്നെ എന്റെ ഫാമിലി, എന്റെ മക്കളടക്കാണ് ജീവിക്കാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായി. ബിസിനസ്സിലൂടെ അതാണ് അനുഭവത്തിൽ. ഈ ഷാർജ സൂക്കിനകത്ത്, ഈ പറയുന്ന ഷാർജ സൂക്കിനകത്ത് ഞാൻ വരുമ്പോഴാണ് എന്റെ ജീവിതത്തിലെ വഴിത്തിരിവുണ്ടാകും. എന്നെ ഞാനാക്കി മാറ്റി ഗൾഫിൽ ഈ സൂക്കാണ്. അതുകൊണ്ട് നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പൊ ഈ ഇലക്ട്രീഷ്യൻ പണി കഴിഞ്ഞ ഷാർജ സൂക്കിലേക്കാണ്? അല്ലല്ല, ഇലക്ട്രീഷ്യൻ പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഒരു ഓഫീസ് പോയി. പിന്നീട് ഇത്തസലാത്തിന്റെ ഒരു ക്ലീനിങ് കമ്പനിയുടെ സൂപ്പർവൈസറായിട്ട് ഒരു ദിവസമായി. ഇതിൽ ഏറ്റവും രസകരമായി എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത സംഭവം തോന്നുന്നത് ഈ തൊഴിലന്വേഷിച്ചിട്ടുള്ള യാത്ര. കാരണം ഒരു 7ാമത്തെ ജോലി ശ്രമം ലിബലാരിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേബർ സപ്ലൈ കമ്പനി ഞങ്ങളെ 2 പേരെ കൊണ്ടുപോയി. ഞങ്ങളവിടെ ഹോട്ടലിന്റെ പുറത്ത് ഇറങ്ങുമ്പോൾ അകത്തേക്ക് കിടക്കണമെങ്കിൽ പാസ് പോകും. ഞങ്ങൾക്ക് കമ്പനി എല്ലാ ആൾക്കാരെയും അകത്തേക്ക് കടത്തി പോകും. പക്ഷെ യൂണിഫോം ഇല്ലാതെ ഞങ്ങളോട് പറഞ്ഞത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിക്കർ, കമ്പനിയുടെ പാർസൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കലാണ്. അതിനനുസരിച്ചുള്ള സാധാരണ പാന്റും ഷർട്ടും മാത്രം ഇട്ട് ഞങ്ങൾ AC റൂമിലാണ് പഠിക്കും. പക്ഷെ മറ്റുള്ള എല്ലാ ആളുകളും കവറോളിട്ടിട്ട്, കവറോളെന്ന് പറയാം, ഒരു നീല ഡ്രസ്സ് ഉണ്ടാവും, ഷൂസും ഒക്കെ ഉള്ള. അവരൊക്കെ പല വഴിക്ക് പോയിട്ട് ഞങ്ങളെ 2 പേരെ ആ ഡ്രസ്സ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കമ്പനിയും കൊണ്ടേയിരിക്കും. വൈകുന്നേരം 6 മണിക്ക് ഞങ്ങളെ തിരിച്ചു കൂട്ടാൻ വേണ്ടി വരുന്നു. പക്ഷെ ഉച്ചക്ക് ഭക്ഷണത്തിന്റെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ജോലി ചെയ്തുകൂടാ, കമ്പനിയുടെ ആളുകൾ ഞങ്ങൾക്ക് തന്നെ ലോഡിംഗ് ആണോ സാധനം കണ്ടെയ്നറിൽ വരുന്ന സാധനങ്ങൾ കയറ്റാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭാരമായിരുന്നില്ല, ചെയ്തു. പക്ഷെ എന്റെ കൂടെയുള്ള ആള് നല്ലൊരു വെളുക്കത്തെടിയുള്ള ആള് ഭയങ്കര പ്രശ്നം. പക്ഷെ ഉച്ചയായപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം, അതായത് ഏറ്റവും വലിയ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭക്ഷണം കണ്ടുപോകുന്നു. മരുഭൂമിയാണ് അവിടെ. അതിന്റെ ഉള്ളിൽ ജിദ്ദാവിൽ കോട്ടന്റെ ഉള്ളിലെ ഹോട്ടലിൽ ഞങ്ങള് വിശപ്പ് വന്നപ്പോ ചോളം കുറിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങള് എവിടെയാ ഫുഡ് കിട്ടാന്ന് വെച്ചാൽ കൂടിയൊന്നും ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ അവിടെയുള്ള മറ്റുള്ള സ്റ്റാഫുകളോട് ഞങ്ങൾ ചോദിച്ചു, ഇപ്പൊ നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാറില്ലേ, നിങ്ങൾ എവിടുന്ന ഭക്ഷണം? ഞങ്ങൾക്ക് കാറ്ററിംഗ് സർവീസ് ഇവിടെ കൊണ്ടുതരും. അപ്പൊ നമ്മുടെ നിസ്സായ ചോദിച്ചു തോന്നുന്നു അവിടെ ഒരു സൂപ്പർവൈസറാന്ന് തോന്നുന്നു, ക്രെയിൻ ഓപ്പറേറ്റർ അവിടെ ഒന്ന് പറഞ്ഞു, സുഹൃത്തെ ഇങ്ങോട്ട് സ്വകാര്യ കൂടി കൊണ്ടുപോയി ഞങ്ങളോട് പറഞ്ഞു അപ്പുറത്തൊരു ബിൽഡിങ്ങിന്റെ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഇങ്ങനെ പാർസൽ ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ആരും കാണാൻ, നിങ്ങൾ 2 പേര് അവിടെ എടുത്തിട്ട് സൈഡിൽ നിന്ന് കഴിച്ചിട്ട് അവിടെ വെള്ളം കുടിച്ചു. ഞങ്ങൾക്കുള്ള ഭക്ഷണം 2 കുറവായാലും അത് കമ്പനി വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കൊണ്ടുതരും. നല്ല മനസ്സുള്ള ഒരു മനുഷ്യരാണ് ഹാരിസ്. അപ്പൊ പഠനം എവിടെ വെച്ചാണ് പൂർത്തിയാക്കുന്നത്? ഏത് കോളേജിൽ വെച്ചാണ്, ഏത് ക്യാമ്പസിൽ വെച്ചാണ്? ഇല്ല, പഠനം ആക്ച്വലി ഹയർ സെക്കൻഡറിയോടുകൂടി ഹയർ സെക്കൻഡറി പ്രീ ഡിഗ്രിയോട് നിർത്തി ഇപ്പൊ കവിത എഴുതുന്ന ആളായി മാറി. അന്ന് എഴുതി തുടങ്ങിയില്ല. ഇല്ല, അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയമൊന്നുമില്ല, പൊതുപ്രവർത്തനമൊന്നുമില്ല, അനാദി കച്ചവടം. നേരെ പിന്നെ ഗൾഫിലേക്ക് നിങ്ങൾ ഈ സൂക്കിലേക്കാണ് ആദ്യമായിട്ട് പോകുന്നത്. ഷാർജ സൂക്ക്. അപ്പൊ UAE ആദ്യത്തെ മാളാണ്. ശരിക്കും അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ശരിക്കും
അന്ന് ഈ പിന്നെ നമുക്ക് ഇവിടുന്ന് പഠനം കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഗൾഫ് ജീവിതം എന്ന് പറയുന്നത് ശരിക്കും നേരത്തെ ബ്രദർ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി തലത്തിലുള്ള കുറെ പിന്നെ പഠനങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഇപ്പം കച്ചവടത്തിൻ്റെതായാലും ഭാഷാപരമായാലും കൾച്ചർ. ഇപ്പൊ ഷാർജ സൂക്കിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് ലോകത്തുള്ള എല്ലാ ആളുകളും വന്ന് നിൽക്കുന്ന, അന്ന് നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായിട്ടുള്ള മറ്റ് പിന്നെ മാളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമ്മളെ കോമ്പറ്റ് ചെയ്യുന്ന ഒരേ മാളായിരുന്നു ദുബായിലുണ്ടായത്, അൽബുറൈഡ് സെന്റർ എന്ന് പറയുന്നത്. അത് പഴയ സാധനം അല്ലെ, ഏറ്റവും യൂണിറ്റ് എടുത്തുള്ളത് അല്ലെ, അൽബുറൈഡ് സെന്റർ. ഇനി ഇന്ന് കാണുന്ന സിറ്റി സെന്ററുകളും അങ്ങനെയുള്ള ഒരുപാട് മാളുകളൊക്കെ ആ കാലഘട്ടത്തിലില്ല. അന്ന് ശരിക്കും ഷാർജ സൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുളപ്പുഴയാണ്. ആ സൂക്കിനകത്ത് നമുക്ക് 5 ഇലക്ട്രോണിക് ഷോപ്പാണ്. ഇലക്ട്രോണിക് പേര് ഒന്ന് ഫാൻഡം ഇലക്ട്രോണിക്സ്, ഒന്ന് ഫാൻഡം 2, മറ്റൊന്ന് മിഗ് ഇലക്ട്രോണിക്സ്, മിഗ് 2, അഞ്ചാമത്തെ മിറാഷ്. എന്താണ് ഈ പേരുകളിലേക്ക് ഫൈറ്റർ ഫ്ലൈറ്റുകളാണ് ആ ഒരു തരത്തിലേക്കാണ്. എന്താ ഫൈറ്റർ ഫ്ലൈറ്റുകളുടെ പേര് വരെ നമ്മള് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു മാനസികമായിട്ട്. അല്ല, ബിസിനസ്സിന് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഫൈറ്റർ ഫ്ലൈറ്റുകളുടെ പേര് വരും. അതും ഇതിലെ ആദ്യത്തെ മാളില് ഫൈറ്റർ ഫ്ലൈറ്റുകളുടെ പേരിൽ ഇലക്ട്രോണിക് സ്ഥാപനങ്ങളാണ് ആദ്യം നടത്തിയിരുന്നത്. ശരിക്കും യു എയിൽ ഇലക്ട്രോണിക്സ് എങ്ങനെ വിൽക്കണം, അതിന് എന്ത് വില നിശ്ചയിക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് ഞങ്ങളായിരുന്നു. യു എയിൽ മൊത്തത്തിൽ എൻറ്റയർ യു എ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ മോണോപ്ലേ ആയിരുന്നു ഈ 5 ഷോപ്പുകൾ. അപ്പൊ ആ രൂപത്തിലാണ് സൂക്കിന്റെ ഒരു വളർച്ച. എന്നാൽ ഇലക്ട്രോണിക് വിപണിയുടെ വില നിശ്ചയിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു ഈ ഷാർജ സൂക്കും അതിലെ ഈ സംവിധാനങ്ങളും അല്ലെ. കേൾവി, വില നിശ്ചയിക്കലാണ് ലാഭത്തിന്റെ ഒരു അടിസ്ഥാന ശാസ്ത്രം. എങ്ങനെ വിൽക്കാം, എങ്ങനെ പൈസ ഉണ്ടാക്കാം, എന്തായിരുന്നു ടെക്നിക്ക്? ഇപ്പൊ ധൈര്യത്തിൽ പറഞ്ഞു. അല്ല, ധൈര്യത്തിൽ ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം അന്ന് ലാഭം നിങ്ങൾ എടുത്ത് പറഞ്ഞാൽ മോശമാണ്. നോർമലി എത്ര കച്ചവടമുള്ള കച്ചവടക്കാരനോട് ചോദിച്ചാൽ ഭയങ്കര പ്രശ്നം ഒരു കാരണവശാലും തുടങ്ങില്ലേ, കാരണം ഒന്നും കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയാം, അതെങ്ങനെ തുടങ്ങരുതെന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് ആയിട്ട് വരരുത് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞില്ല. നമ്മളെന്ത് പറയാതിരിക്കുന്നത് നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് പിന്നെ ഇതല്ല, എസെൻഷ്യൽ അല്ല. നമ്മളെടുത്ത് നിൽക്കുന്ന വെച്ചാൽ ഇലക്ട്രോണിക്സ്, പിന്നെ മൂന്ന് ചെയ്യുന്ന വെച്ചാൽ മറ്റേ ഇവിടെ നമ്മുടെ ആന്റിക്സ്, കാർപ്പറ്റ്, പിന്നെ പെർഫ്യൂംസ്, ഇതെല്ലാം നമ്മളുണ്ട്. ഇതൊന്നും ഒരിക്കലും നമ്മുടെ എസെൻഷ്യൽ അല്ല. അപ്പൊ അതിൽ കുറച്ച് ലാഭം എടുക്കാം എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു വില ഫിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഓഫീസിൽ നിന്ന് വില ഫിക്സ് ചെയ്തിട്ട് എടുത്ത് കൊടുക്കണം. അങ്ങനെ നല്ല മോശമില്ലാത്ത ലാഭം പ്രോഫിറ്റ് എടുത്തു കൊടുക്കണം. നിങ്ങൾ എപ്പോഴും നമ്മൾ ദുബായിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന നാമം MA യൂസഫ് അലിയാണ്. താങ്കൾ MA യൂസഫ് അലിയെ 45 വർഷം മുമ്പ് കാണുന്നു, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്? സിമ്പിൾ മാനാണ്. ഞാൻ എന്റെ ഫാദറിന്റെ കൂടെ ആദ്യമായിട്ടാണ് ഒന്ന് യൂസഫ് അലിന്, പിന്നെ ആസാദ് മൂപ്പന് ഫാദറിന്റെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും മൂപ്പരൊന്ന് വിസിറ്റ് ചെയ്തിരിക്കില്ല. അപ്പം ഞാൻ അതിപ്പോൾ കൂട്ടിയിട്ട് പോവാണ്. അപ്പം ആസാദ് മൂപ്പനായിട്ട് പലതവണ ഞാൻ മീറ്റ് ചെയ്തായിരുന്നു. യൂസഫ് അലിന് 2-3 തവണ ഞാൻ ഇതൊരു ഫാദറിന്റെ. താങ്കൾ കാണുന്നു ചെറുപ്പത്തിലെ ആ ഒരു ഓർമ്മയിലെ യൂസഫ് അലി എങ്ങനെയായിരുന്നു? അന്നേരം എന്താണ് അദ്ദേഹം ചെയ്തിരുന്നത്? അദ്ദേഹം പിന്നെ അബുദാബിയില് MK ട്രേഡേഴ്സ് എന്നിട്ട് അബുദാബിയിലായിരുന്നു. പിതൃ സഹോദരൻ പുള്ളിയായിരുന്നു മാനേജ് ചെയ്യുന്നത്. പുള്ളി അന്നും സ്മാർട്ടാണ്. അപ്പം അതിനുശേഷമാണ് എനിക്കൊന്ന് ഇയർന്ന് എനിക്ക് ഓർമ്മില്ല, കറാമയിലോട്ട് വരുന്നത്. ലൂലു എന്ന് പറഞ്ഞിട്ട് കറാമ കേൾക്കുമ്പോഴേ ശരാശരി മലയാളിയുടെ മനസ്സിൽ ദുബായ് എന്ന് പറയുമ്പോൾ കറാമ, ദേര, അതുപോലെ നൈഫ്, ദുബായ്, ഈ 4 പേരെ ഓടിയെത്തുക. പിന്നെ ഉണ്ടായ നഗരങ്ങളൊക്കെ അബു ദുബായ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ദേര ഇപ്പം എരഞ്ഞോളി മൂസക്കാരന്റെ പേരിൽ ഒരു മുക്ക് തന്നെ ഉണ്ട് ദുബായ്. അപ്പൊ ദേര, കറാമ, ഈ ഓർമ്മകളൊക്കെ അന്നത്തെ മലയാളികൾ കൂടിച്ചേരുള്ള എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദേര കറാമൊന്നും നമ്മളൊന്നും അറിയുന്നില്ല. ബിക്കോസ് നമ്മൾ കംപ്ലീറ്റ് A to Z നമ്മുടെ സൂക്കിൽ തന്നെയാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ എന്റർടൈൻമെന്റ് ഒക്കെ സൂക്കിൽ തന്നെ. ഒരു പെരുന്നാളിന്റെ ലീവ് ഉണ്ടാവും, അന്നും ഈ സൂക്കിന്റെ ചുറ്റുപാട് നമ്മൾ ഒരു 8 മണി മുതൽ 1 മണി വരെ ഉച്ചക്ക്, പിന്നെ വൈകിട്ട് 4 മണി കുറഞ്ഞിട്ട് 10 മണി ഉണ്ടാവും. അതൊരു അടച്ചിട്ടു, ഒരു ചെറിയ ബ്രേക്ക്. പക്ഷെ എന്നാലും നമ്മൾ മിക്കപ്പോഴും കസ്റ്റമർ ഉള്ളതിനനുസരിച്ചിട്ട് നമ്മുടെ കസ്റ്റമർ സൂക്കിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നമ്മളിവിടെ ഇരിക്കുമായിരുന്നു. ഈവൻ രാത്രി 10 മണിക്ക് കൂട്ടാൻ 12 മണി കസ്റ്റമർ ഉണ്ടെങ്കിൽ പിന്നെ 12 മണിക്ക് ആക്കുമ്പോൾ പോലീസ് അടപ്പിക്കും. 12 മണിക്ക് ശേഷം തുറന്നു നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ, അതായത് അത്രയും ആത്മാർത്ഥമായിട്ടായിരുന്നു നമ്മുടെയൊക്കെ നമുക്കൊരു പാഷൻ ആയിരുന്നു ശരിക്കും. യൂസഫ് അലിഖാന്റെ ആ സമയത്ത് ആളുകൾ തുടങ്ങി വരുന്ന കാലമാണ്. കറാമയിലാണ് മൂപ്പർ ആദ്യമായിട്ട് ലൂലു
നമ്മുടെ ലുലു സെന്റർ നമ്മൾ കൊടുക്കുന്നത് സൂപ്പർ മാർക്കറ്റ് ആയിരുന്നില്ല. ലുലു സെന്റർ. അതിന് തൊട്ടടുത്ത് തന്നെ പിറ്റേത്തെ വർഷം ലുലു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി. അവിടെ നിന്ന് യൂസഫ് അലി ഖാൻ പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് വന്തരിച്ച് അങ്ങനെ പോകുന്നു. അങ്ങനെ പോയത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഒരു പ്രമുഖർ എന്ന് പറഞ്ഞു യൂസഫ് അലി, പിന്നെ ആസാദ് മൂപ്പൻ, പിന്നെ എന്റെ ഫാദർ പാക്കഞ്ഞി കുഞ്ഞബ്ദുള്ള പുള്ളിയുടെ ഒരു ലാളിത്യത്തിന്റെ ആൾരൂപം. ലാളിത്യത്തിന്റെ ആർട്ട് എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള മനുഷ്യനാണ്. തോർത്തുകൊണ്ടുടുത്ത് പറമ്പിലൂടെ നടക്കുന്ന സാധാരണ. പിന്നെ മൂപ്പർ ബ്രദർ യൂസഫ്, മൂപ്പർ PK യൂസഫ്, നമ്മുടെ ഇപ്പോഴത്തെ അവർ 7 ബ്രദേഴ്സാണ്. പിന്നെ നമ്മുടെ പൊയിലിന്റെ ഫാദറിനാണ് യൂസഫ്, പോയിൽ അബ്ദുള്ള. പൊയിൽ അബ്ദുള്ളയുടെ ഫാദർ മൂപ്പറാണ്. പോയിൽ അബ്ദുള്ളയാണ് ഇപ്പൊ അൽമദീന ഗ്രൂപ്പ് ഒരു ബ്രാൻഡാക്കി മാറ്റി. എന്റെ ചോദ്യം, ഒരു പക്ഷേ ഈ അൽമദീന ഗ്രൂപ്പുകൾ എല്ലാവരും ഒന്നിച്ച് നിന്നിരുന്നു എങ്കിൽ ലുലുവിനേക്കാൾ വലിയ 100% ഒരു സംശയം അത്രയധികം അൽമദീന അറബ് രാജ്യങ്ങൾ നമ്മൾ കാണാം. നമ്മൾ ആ സമയത്തൊക്കെ നമ്മുടെ അടുത്ത് വളരെ മുമ്പ് ഇപ്പൊ ഈ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീഡോ പോലത്തെ പാൻറ് തന്നെ മിൽക്ക് പൗഡർ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് അന്വേഷിച്ചായിരുന്നു ഏജൻസി എടുക്കുന്നു ചോദിച്ചിട്ട്. നമുക്ക് പേടിയായിരുന്നു, കാരണം അതൊരു ആ പ്രൊഫഷനിൽ എത്തിയിട്ടില്ല. ഇന്നിപ്പോ എന്താ പറയുക, ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ ബ്രാൻഡുകൾ, ആ ബ്രാൻഡുകളിലേക്ക് വരാൻ നിങ്ങൾക്ക് മുകുന്ദനോടൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങളെ കഥ കേട്ട് വന്നപ്പോ ഒരു മുകുന്ദൻ സ്റ്റൈലായി ശരിക്കും. ക്യൂബ മുകുന്ദൻ, ശ്രീനിവാസന്റെ കഥാപാത്രം ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നു. അപ്പൊ താങ്കൾ അവിടെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നല്ലൊരു വിദ്യാർത്ഥി നേതാവ് പറയുന്നുണ്ട്. ബ്രണ്ണൻ കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ മണ്ണിൽ നമ്പർ 1 ക്യാമ്പസ്. പ്രൊഫസർ MN വിജയൻ മാഷയൊക്കെ ക്ലാസ് കേട്ട് അല്ലെ, പ്രൊഫസർ G കുമാരപിള്ള ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരടങ്ങിയ ഒരു ക്യാമ്പസിലാണ്. വിജയ മാഷ ഒന്നും ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് പ്രൊഫസർ MN. ഞാൻ ധർമ്മടത്ത് അദ്ദേഹം താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതുകുത്തിരിക്കുന്നതാണ് സമയം കിട്ടുമ്പോഴെല്ലാം. അത് അത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്ന് ഈ പറിച്ചു നടൻ താങ്കളെ എപ്പോഴെങ്കിലും ഉലച്ചിട്ടുണ്ട്? വേണ്ടായിരുന്നു, എനിക്ക് എന്റെ നാടായിരുന്നു നല്ലത് എന്ന് തോന്നിയത് ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ തോന്നിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സ്യത്തെ നമ്മളെ വെള്ളത്തിൽ തിരിച്ച് കരക്കിട്ടു പെടക്കുന്ന പോലെയാണ് ഞാൻ ശരിക്കും നെഞ്ഞു പടച്ചോളൂ തന്നെയാണ് പോയത്. ഞാൻ എന്റെ ആ മാനസികാവസ്ഥ ഞാൻ ഇന്നും ഷാർജയിൽ 24 നൂറ്റാണ്ടോളം ഞാൻ ഉണ്ടായി ഉള്ളപ്പോഴും ഞാൻ എന്റെ ആ പുരോഗമന ആ മനോ സ്ഥിതി അല്ലെങ്കിൽ ഒരിക്കലും പ്രതികരിക്കേണ്ടി വരില്ലേ പല സ്ഥലത്തും? എന്ത് ചെയ്യും, ആരോട് പ്രതികരിക്കും? ഉണ്ട്, അത് ആ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ആ പ്രതികരണങ്ങൾ അന്നത്തെ SFI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചോര തെറിക്കുന്ന അവസ്ഥാനം, ഇഞ്ചോടിഞ്ച് പോരാടുന്ന അവസ്ഥാനം. കാരണം ആ സമയത്ത് രക്തസാക്ഷികളും ബ്രണ്ണൻ കോളേജിന്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞാൽ ഏറ്റുമുട്ടുന്ന എപ്പോഴും പ്രക്ഷോഭ രംഗത്തുള്ള ഒരു വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. SFIയിലൂടെ വളർന്നു വന്ന നേതാക്കളുടെ ഒരു കരുത്തും അത് തന്നെയാണ്. അവിടെ നിന്നാണ് താങ്കൾ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. എങ്ങനെ കോംപ്രമൈസ് ചെയ്തു? ഈ ഇത്രയും സമയത്ത് ജോലി ചെയ്യേണ്ടി വന്നാൽ എങ്ങനെ കോംപ്രമൈസ് ചെയ്തു? എന്റെ സ്ഥാപനം ഞാൻ ഷാർജ സൂക്കിനകത്ത് ഈ പറഞ്ഞ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റാണ് ഈ സൂക്ക്. ഈ ലോകത്തിന് ദുബായ് അല്ല ശരിക്കും അന്നത്തെ കാലത്ത് ഷാർജയാണ്. ഈ ലോകത്തിനെ അറിയണമെങ്കിൽ, ഈ ലോകത്തിന്റെ സംസ്കാരം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതാത് രാജ്യങ്ങളിൽ പോകുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഒരു വിസിറ്റ് വിസയിലോ റെസിഡൻസ് വിസയിലോ ഷാർജ സൂക്കിൽ വന്നാൽ മതിയായിരുന്നു അന്നത്തെ കാലത്ത്. ഈ ലോകത്തുള്ള എല്ലാ രാജ്യക്കാരെയും എല്ലാ ഭാഷക്കാരെയും എല്ലാ സംസ്കാരത്തെയും തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു പിന്നീട് ദുബായ് അടിച്ചെടുത്തത് അല്ലെ. ദുബായ് മുന്നേറ്റത്തിലൂടെ ഇപ്പൊ എല്ലാവരും ദുബായിൽ 200 രാജ്യങ്ങളിലെ മനുഷ്യർ ജീവിക്കുന്ന കഥയാണ് പറയുന്നത്, ഷാർജയുടെ കഥയല്ല. ഷാർജയ്ക്ക് ഇന്ന് പ്രൗഢമായ കഥയുണ്ട്. നമുക്ക് ഹാരിസിനോട് ചോദ്യം ചോദിക്കാനുണ്ട്. ഷാർജയെ കുറിച്ച് പറയുമ്പോൾ ഷാർജ റൂളർ ഭരണാധികാരിയെ കുറിച്ച് പറയുമ്പോൾ നല്ല വായനയുള്ള ഭയങ്കര സ്വാത്വികനായ മനുഷ്യൻ എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റൗണ്ടിൽ എനിക്ക് സുപരിചിതരായ കുറച്ച് മനുഷ്യരുണ്ട്. അവരൊക്കെ ആയിട്ട് സംവദിക്കുമ്പോൾ ഈ വായനയെ പ്രണയിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് താങ്കൾ ഒരു വായനക്കാരനാണ്, ഒരു എഴുത്തുകാരനാണ്, ഒരു പ്രവാസിയോട് ശരാശരി ഒരു പ്രവാസിയോട് ചോദിക്കേണ്ട ചോദ്യമല്ല താങ്കളോട് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ എഴുതും എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെ വിലയിരുത്തുന്നു ആ റൂളറെ? അതെ, അദ്ദേഹത്തിന്റെ ഈ വായനയോടുള്ള പ്രണയം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആഭിമുഖ്യം, അതാണ് ഇന്ന് നമ്മൾ എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്ന ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. ഈ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവിടെ ലോകത്തുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും കൗണ്ടറുകൾ ഉണ്ടാവും. മാത്രമല്ല ഇപ്പൊ ഏറ്റവും ഞാൻ പറയും, ഇപ്പൊ കേരളത്തിലെ പ്രഗത്ഭനല്ലാത്ത 2ാമത്തെ പുസ്തകം മാത്രം ഇനി അടുത്ത ഷാർജ ബുക്ക് ഫെയറിൽ ഇറക്കാൻ പോകുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ.
എന്നാൽ സോഷ്യൽ മീഡിയയിലും മറ്റ് ആനുകാലികങ്ങളിലൊക്കെ അത്യാവശ്യം എഴുതാറുണ്ട്. പക്ഷെ പുസ്തകം എന്ന നിലയിൽ രണ്ടാമത് എന്താണ് അതിന്റെ കാമ്പെന്താണ്? അത് കാമ്പെന്ന് പറഞ്ഞാൽ ഞാൻ കുറെ ആയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ എഴുതി വരുന്ന കുറെ സ്റ്റാറ്റസുകളുണ്ട്. വേട്ടന്മാർക്കൊക്കെ സോഷ്യൽ മീഡിയ ഒരു ഹരമാണ്. അദ്ദേഹവും ഇടയ്ക്ക് അടിച്ച് കസറുന്നതാണ്. അപ്പൊ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പല ആളുകളും പറഞ്ഞു ഇത് നല്ല ഒരുപാട് ചിന്തകളാണ്, ഇതിങ്ങനെ ശൂന്യതയിലേക്ക് പോകാനുള്ളതല്ല, ഇത് ഡോക്യുമെന്റ് ചെയ്യണം, അത് നിങ്ങൾ ഇത് പുസ്തകമായിട്ട് ഇറക്കണം. പലരുടെയും ആവശ്യപ്രകാരമാണ് പുസ്തകമായിട്ട് വരും. ഈ സാധനങ്ങൾ ഞാൻ നമ്മുടെ പ്രസിദ്ധീകരണാലയമായ ഹരിതം പ്രതാപേട്ടൻ അയച്ചപ്പോൾ പ്രതാപേട്ടൻ പറഞ്ഞു നിർബന്ധമായിട്ട് ഇത് പുസ്തകമായിട്ട് വരണം. ഹരിതത്തിൽ ഇറക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇത് പുസ്തകം പേര് കൊടുത്തിരിക്കുന്നത് ചിന്തകളുടെ ചിറാത്ത്. അപ്പൊ ഈ സ്നേഹത്തിന്റെയും അതുപോലെ എടുക്കണം. നല്ല ചിന്തകളെ ഇദ്ദേഹം പങ്കുവെക്കാൻ ഒരാൾ എഴുതിയാണ് കോംപ്ലിക്കേഷൻ അല്ലെ. ഞാൻ ചോദിക്കുമ്പോ ഈ വിമാനയാത്രയൊക്കെ പറയുമ്പോ അന്ന് എയർ ഇന്ത്യ മാത്രമല്ലേ, അന്ന് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിമാനത്തിന്? എമിറേറ്റ്സ് ഉണ്ടോ? ഹോങ്കോങ്, പിന്നെ ജർമ്മനി. പിന്നെ എയർ ഇന്ത്യ വേറെ കാര്യമായിട്ട് ഫ്ലൈറ്റ് ഒന്നുമില്ല. അന്ന് എയർ ഇന്ത്യ തന്നെയാണ് മെയിൻ. നമുക്ക് പിന്നെ എമിറേറ്റ്സ് ഇല്ല. എമിറേറ്റ്സ് കുറെ കഴിഞ്ഞിട്ടാണ് എമിറേറ്റ്സും. യാത്രകൾ ഇന്നത്തെ പോലെ സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കിട്ടുമായിരുന്നു അന്ന് ഭക്ഷണത്തിന്. പക്ഷെ ഇന്നിപ്പം വലുതല്ലോ, ബജറ്റഡ് ആയിരുന്നു. അന്ന് പിന്നെ ഭക്ഷണം അൺലിമിറ്റഡ് ഫുഡ് കിട്ടും. അൺലിമിറ്റഡ് മീൻസ് പാക്കേജ് അത് കിട്ടും. അത് നല്ല ഫുഡ് കിട്ടുമായിരുന്നു അന്ന്. യാത്ര ഇത്ര ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് ഒന്ന് പോകണമെന്ന് ആലോചിക്കാണെങ്കിൽ ഒത്തിരി സെലക്ഷൻസ് ഉണ്ട്. ഇതുപോലെ റേറ്റും മറ്റും മറിച്ച് നോക്കുകയാണെങ്കിൽ അന്നൊക്കെ പിന്നെ നമ്മളന്ന് വർഷത്തിലോ അല്ലെങ്കിൽ 1.5 വർഷം കൂടുമ്പോ പോകാറുണ്ട് നാട്ടിലോട്ട്, അങ്ങനെ വരാറുണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഇപ്പൊ ഇന്നതല്ല. ഇന്നിപ്പോ എല്ലാവരും എന്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ പറയാറുണ്ട്, ഒരു പിന്നെ എന്താ പറയുക, എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ വീട്ടിൽ നടക്കുമ്പോഴും എന്റെ കല്യാണത്തിന്റെ ആ വർഷം 84 കല്യാണം നിൽക്കുന്നത്, അന്നാണ് ഹാരിസ് അങ്ങോട്ട് വരുന്നത്. എന്റെ കല്യാണത്തിന് ഹാരിസ് വന്നില്ല. ഇന്നാണെങ്കിൽ അത് ആലോചിക്കും. ഫുൾ ഫാമിലി ഉണ്ടോ? ഫുൾ ഫാമിലി. ഇവിടെ ഇലക്ഷൻ ഇപ്പൊ അങ്ങനെ വരുന്നുണ്ടല്ലോ. എന്റെ ഒരു ചോദ്യം, ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രവാസം, താങ്കൾ തന്നൊരു ക്യാപ്ഷനാണ് അത്. പ്രവാസം പലർക്കും പ്രയാസമാണ്, എന്നാൽ എനിക്ക് പ്രവാസം പ്രണയമായിരുന്നു. എങ്ങനെയാണ് പ്രവാസത്തിൽ താങ്കൾ പ്രണയിച്ചത്? ഈ ജോലി തന്നെയാണ്. ഇതിന്റെ മുഖത്ത് നേരത്തെ പറഞ്ഞ പോലെ അവിടെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രവാസമായിട്ട് ഫീൽ ചെയ്തു. ഒരു വേൾഡ് ടൂർ നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ഫീൽ ഉണ്ടാവും. അത്രയും സുന്ദരമായിരുന്നു നമ്മുടെ അവിടുത്തെ ആ സമയങ്ങളിൽ. അത്രയും കോർപ്പറേറ്റ് ആയിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഈ മത്സരം ഉണ്ടല്ലോ, നമ്മുടെ ഈ പിന്നെ ബിസിനസ്സിലെ മത്സരം, അന്ന് നമ്മുടെ എല്ലാവരും ആ മത്സരം വെച്ചാൽ നമ്മുടെ ഓരോ ഷോപ്പിൽ, ആ ഷോപ്പിൽ തന്നെ നമ്മൾ ഒരു വ്യത്യസ്ത ഷോപ്പുകളല്ല, നമ്മളെല്ലാവരും ഗ്രൂപ്പിൽപ്പെട്ട ഓരോ ഷോപ്പിൽ ലാഭം ഉണ്ടാക്കാൻ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, അടിയൊന്നുമില്ല. ചിലപ്പോൾ സ്പോർട്സ്മെന്റ് നന്നായിട്ട് പോയിട്ട് അത്രയും നന്നായിട്ട് നമുക്കൊരു പുറത്താണ് നിൽക്കുന്ന ഫീൽ ഉണ്ടായില്ല. നമ്മളിപ്പോ ഇപ്പൊ നമ്മളെ അത്യാവശ്യം കഴിഞ്ഞാൽ 3 പേരിക്കും 3 തന്നെ വന്നിരിക്കും. നമ്മുടെ മുമ്പിൽ കുറച്ച് ഷോപ്പുണ്ട്. നമ്മളെല്ലാരും അങ്ങോട്ട് വരും. ഗുജറാത്തിലാണ് നമ്മളൊക്കെ ഞാൻ ഹുബൂസ് കഴിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴൊക്കെ പൊറാട്ട സ്ഥിരം പൊറാട്ട പൊറാട്ട ഭക്ഷണമൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ സൂക്കിന്റെ അകത്ത്, നമ്മുടെ ഈ ബിസിനസ്സിൽ, നമ്മുടെ ബാക്കി എല്ലാ കുട്ടികൾക്കും ഏറ്റവും സുന്ദരമായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ച ഫുഡുകളാണ്. കാരണം നമുക്ക് റിസപ്ഷൻ ഇല്ല. നമ്മുടെ സൂക്കിൽ പൊതുവെ നമ്മുടെ ഒരു മെസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇത്തരം ചോറ്, ഇത്തരം പൊറാട്ട, അന്ന് അതിന്റെ ഇത്തരം ഇഷ്ടം പോലെ സുഭിക്ഷമായിട്ട് കഴിക്കാൻ പറ്റും. കാരണം അത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ നമ്മൾ കച്ചവടം ചെയ്യുന്ന അത്രയും നല്ല ഒരു ലാഭം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട അവിടെ നിന്ന്. അപ്പം ഒബിയസ്ലി നമുക്ക് നമ്മുടെ അത്രയും നല്ല ഇഷ്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രണയിച്ചു. പ്രണയിച്ചിട്ടുണ്ടോ ശരിക്കും? അവിടെ ഭാര്യനെ മാത്രമേ എന്തിനോട് തോന്നാൻ അനിയനിരിക്കുന്നതോട് തോന്നുന്നു. ഞാൻ അനിയനായിട്ടുള്ളത് ആലോചിച്ചില്ല. അനിയന്റെ അതെ, പ്രണയത്തെ കുറിച്ചാ അതിലേക്ക് വരാം. 3 ചോദ്യം. നമ്മൾ അവിടെ പോയിട്ട് ഒരുമിച്ചുള്ള താമസമുണ്ട്. അതെ, ഇത്ര സൗകര്യങ്ങളില്ലാത്ത കാലത്തുള്ള മലയാളികളുടെ ആ പതിറ്റാണ്ട്, 3-4 പതിറ്റാണ്ട് മുമ്പുള്ള മലയാളികളുടെ സങ്കടങ്ങൾ ഇന്നത്തെ സങ്കടങ്ങളല്ല അന്ന്. ഇന്നത്തെ സങ്കടം ഹൈടെക് സങ്കടങ്ങളാണ്. ചിലപ്പോൾ ഒരു ഐഫോൺ വാങ്ങി കൊടുക്കാത്തതിന്റെ സങ്കടം. അപ്പോൾ മോൻ ആവശ്യപ്പെട്ടു ഒരു ഐഫോൺ ലേറ്റ് എഡിഷൻ ഇറങ്ങി, അതെനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മകളുടെ കല്യാണം ഹൈഫൈ നടത്താൻ പറ്റും. അങ്ങനെ നമ്മൾ സാമ്പത്തികമായിട്ട് വളർന്നു. അന്നത്തെ ശരാശരി മലയാളികളുടെ സങ്കടങ്ങൾ എന്തൊക്കെയാണ്? മുകുന്ദനിൽ നിന്ന് തന്നെ തുടങ്ങാം. മുകുന്ദൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ സങ്കടങ്ങളിൽ നിന്ന് തുടങ്ങാം. സങ്കടങ്ങൾ തന്നെയാണ് ഓരോ പ്രവാസിനെയും അവിടെ തന്നെ നിർത്താനുള്ള
ഒരു പ്രേരണയുമാണ്. നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വന്നത്? ഞാൻ ആദ്യത്തെ പോക്കില് 5 വർഷം, അതിനിടയിൽ ഒരാഴ്ച ബോംബെയിൽ വന്ന് തിരിച്ചുപോയി. എന്താ അതൊരു വിസ ചേഞ്ച് ചെയ്തു. അന്നേരം നാട്ടിലേക്ക് ഒന്ന് വന്നു നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്റെ സാധിക്കും. ജ്യേഷ്ഠന് ഈ പറഞ്ഞ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഞാനാണ് ജ്യേഷ്ഠനെ ബോംബെയിലേക്ക് വരുത്തിച്ചു. അവർക്കൊരു തുക അവർക്ക് കൊടുക്കാൻ സൗകര്യം ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ചു. 5 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്തെല്ലാം ഏകദേശം ഒരു കൊച്ചു കൊച്ചു സങ്കടങ്ങൾ എന്തൊക്കെയായിരുന്നു? സങ്കടങ്ങൾ എന്ന് പറയുന്നത് നാട്ടിലുള്ള ഒരു പ്രധാന വിഷയങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അത് കല്യാണമായാലും മറ്റു ആഘോഷങ്ങളായാലും പങ്കെടുക്കാൻ കഴിയുന്നു. സങ്കടത്തിൽ പോകും. പ്രിയപ്പെട്ടവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അങ്ങനെ എപ്പോഴും വല്ലാതെ സങ്കടപ്പെട്ട ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റും. വല്ലാതെ നീറിപ്പോയ ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റും. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പോകുമ്പോൾ കാണാൻ പറ്റാതെ. അത് കുടുംബങ്ങളിലായാലും ഇപ്പൊ നാട്ടിൽ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ചങ്കോട് കൊണ്ടു നടക്കുന്ന മുന്നിൽ പറയുന്ന ഈ പുരോഗമന പ്രസ്ഥാനത്തിനുള്ള ആശയം എന്റെ പ്രിയപ്പെട്ട ആളായിരുന്നു. ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് കിടന്നുറങ്ങിയ ആളായിരുന്നു. കൂട്ടുകാർക്ക് ഉപയോഗിച്ചില്ല രാജ്യം. ഞങ്ങൾ ഒന്നിച്ച് എന്റെ വീട്ടില് പല സ്ഥലങ്ങളിൽ ഒന്നിച്ച് പോയി ഒന്നിച്ച് കിടന്നുറങ്ങിയ ആളുകളാണ്. കുടുംബത്തിലെ സ്ഥിരം അതിന്റെ കുറിച്ച് ഇവരൊക്കെ ഞങ്ങളില്ല. അതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവനായിരുന്നു KV സുധീഷ്. ശംഖ് പടക്കുക ഒന്ന് അവസാനമായിട്ട് ഒന്ന് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. കാരണം കൂടപ്പുറപ്പുകളെ പോലെ നടന്ന ആളുകളാണ് ഇവരൊക്കെ. നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവവാസങ്ങളും തൊട്ടറിയുന്ന, ദൂരത്താണെങ്കിൽ അടുത്തറിയുന്ന ആളുകളായിരുന്നു ഞങ്ങളൊക്കെ. ഒരു പക്ഷേ ഈ പ്രക്ഷോഭങ്ങൾക്കൊക്കെ മുന്നിൽ മാറ് വിടർത്തി നെഞ്ചു പിരിച്ചു നിൽക്കേണ്ട നമ്മുടെ സ്വന്തം ക്യൂബ മുകുന്ദനാണ് ആ സമയത്ത് അവിടെ നിന്ന് അല്ലെ? ശരി, നമുക്ക് തിരിച്ചു വരാം. ഹാരിസ്, എന്താണ് പ്രണയത്തെ കുറിച്ച് എഴുതുന്നു പറയുന്നു? അവിടെ താങ്കൾക്ക് കഴിഞ്ഞ ഒരു പ്രണയം അവിടെ ഗൾഫിൽ കഴിഞ്ഞില്ല. അത് കിട്ടൂല, സാധ്യത കുറവല്ല. അത് കുറവാണ്. നാട്ടിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടുണ്ട്. പേടിയൊന്നുമില്ല. ഏട്ടാ കുറച്ച് മറച്ചു വെക്കുന്നു. അല്ല, ഞാൻ റോൾ മോഡലാണെന്ന് പ്രണയത്തിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കുടുംബം, മക്കള്, വൈഫ് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. എന്റെ ആദ്യത്തെ കവിതാ സമാഹാരമായ ഖയാൽ എന്ന് പറയുന്ന പുസ്തകത്തില് എന്റെ പ്രണയത്തെ കുറിച്ചിട്ടുള്ള ഒരു വിഷയം, അതിൽ ഏതാണ്ട് 75% പ്രണയ കാവ്യങ്ങളാണ്. ആ പ്രണയം എവിടെയുള്ള ഇപ്പൊ? അതിപ്പോ ഞാൻ പറയണോ? വേണ്ടല്ലോ. അല്ല, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇല്ല, പ്രശ്നമില്ല. അവർക്ക് നല്ല കുടുംബജീവൻ നയിക്കുന്നു, കാണാറുണ്ട്. അതിലുള്ള സന്തോഷം കാണാറുണ്ട്. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ആ കക്ഷിയുടെ മകള് പഠിച്ച് ഡോക്ടറേറ്റ് ഒക്കെ വാങ്ങിച്ച് വലിയ ഉന്നത ഇതിലെത്തി. അപ്പൊ നമ്മുടെ പ്രദേശത്തുള്ള ഒരു കുട്ടി എന്ന നിലയിൽ ആ കുട്ടിയെ ഓണർ ചെയ്തുകൊണ്ട് അവർക്കൊരു മെമ്മന്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ ഭാഗ്യം കിട്ടുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അതെവിടെ പ്രവാസ ലോകത്തിരിക്കുമ്പോഴാണോ ഈ പ്രണയം മുട്ടല്ല? പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അത് കണ്ടിന്യൂ ചെയ്തോ പ്രവാസ ലോകത്തിൽ? പിന്നെ അതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് പറയേണ്ടതാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ വേണ്ട, അത് പ്രണയത്തിന്റെ ഒരു ചർച്ചയ്ക്ക് താങ്കളുണ്ട്. പ്രണയം ചർച്ച ചെയ്യാനായിട്ട് എന്തായാലും ഇപ്പൊ തന്നെ തീരുമാനിക്കും. ഞാനിപ്പോ ദുബായിൽ ഇപ്പൊ ഷാർജ ബുക്ക് ഫെയറിൽ വെച്ച് അതിനകത്തൊന്ന് മൈത്രേനെ വിളിക്കാം. മൈത്രേന്റെ പ്രണയം പറയട്ടെ, ഇത് നമ്മുടെ സുഹൃത്താണ്. ഒന്ന് താങ്കളുടെ പ്രണയം പറയാം. നമുക്ക് അങ്ങനെ ഒരു ചർച്ച തന്നെ വെച്ചാണ്. പ്രണയത്തിനോട് ബ്രേക്ക് ഇടാം. ഈ പ്രവാസ ലോകത്ത് താങ്കൾ ചെന്നുപെടുന്നത് ഈ ബിസിനസിന്റെ കൂടെയാണ്. എത്ര വർഷം ആ മേഖലയിൽ ഉണ്ടായിരുന്നു? 12 വർഷം. കേവലം 12 വർഷം. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് 34-ാമത്തെ വയസ്സിലേക്കാണ് നാട്ടിൽ പറിച്ചു നടന്നത്. ഇവിടെ എന്താണ് മുന്നന്റെ അനുഭവങ്ങളൊക്കെ കേട്ടു നോക്കുമ്പോൾ നമ്മള് പ്രവാസത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഷാർജയിലേക്ക് എത്തിയത്, അവിടെ നമ്മള് സുഖലോലുപതി അവിടുന്ന് തുടങ്ങാണ്. മുകുന്ദന്റെ കഥകൾ ശരിക്കും പറഞ്ഞാൽ പ്രവാസത്തിലേക്ക് പോയിക്കൊണ്ട് അവിടുന്ന് അങ്ങ് ദുഃഖകരമായ കുറെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസത്തിലെത്തോടുകൂടി നമ്മുടെ നമ്മൾ സാധാരണ നമ്മൾ ശരീരദേശം മാറി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ നമ്മുടെ ഒരു നല്ലൊരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ ഷാർജ സൂക്ക്, ഈ നൊസ്റ്റാൾജിയ കൂട്ടുകെട്ട് എനിക്ക് തോന്നുന്ന അറബ് ലോകത്തെ ഒരു ചരിത്രമായി മാറാൻ സാധ്യതയുള്ള ഒരു സാധ്യത. അത് ആ കൂട്ടുകെട്ട് അതേ സ്ഥലത്ത് ഇന്ന് ആ ഷാർജ സൂക്ക് ഉണ്ടോ അവിടെ അതേ സ്ഥലത്ത് ഒന്ന് പ്ലാൻ ചെയ്തുകൂടി എന്നാണ് നേരെ നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് അതിലുള്ള ആ നൊസ്റ്റാൾജിയിലുള്ള ആളുകൾ ഭൂരിപക്ഷം ഇന്ന് ഉള്ളത് നാട്ടിലാണ്. മുഴുവൻ ആളെ എത്തിക്കാന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ കേരള വിഷൻ മുൻകൈ എടുത്ത് 100 പേരെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി. ഞങ്ങൾ ലീഡ് ചെയ്യാൻ നിങ്ങളൊപ്പം നമുക്ക് ആലോചിക്കാം, സന്തോഷമായിരിക്കാൻ പറ്റും. കണ്ണൂർ വിഷന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കേരള, ഇത് രണ്ട് ഞങ്ങളുടെ ചാനലാണ്. കണ്ണൂർ വിഷൻ ജില്ലാ ചാനലാണ്, കേരള വിഷൻ ഞങ്ങളുടെ സ്റ്റേറ്റ് ചാനലാണ്. 1000 കോടി വിറ്റുവരവുള്ള ഒരു കമ്പനിയാണ് കേരള വിഷൻ. അപ്പൊ ഞങ്ങൾ മുൻകൈ എടുക്കാം, നിങ്ങളുടെ
അറബ് നാട്ടിലെ ഏറ്റവും ആദ്യത്തെ ഷോപ്പിംഗ് മാളായ ഷാർജ സൂക്കിലെ അതൊരു നൊസ്റ്റാൾജിയൻ മനുഷ്യന്മാരുടെ ഒരു കൂട്ടായ്മ നിങ്ങളെ പോലുള്ള ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊരു മഹോത്സവം. അല്ലാതെ നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നമ്മളുടെ സംഘടന ഇതിന്റെ പ്രസ്ഥാനത്തിന്റെ തലവന്മാരായിട്ട് നമ്മൾ ആലോചിക്കാം. നമുക്കൊരു ഒരു പ്രോഗ്രാമിനെ കുറിച്ചും ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം ഏതായാലും നമ്മൾ ഇപ്പോഴത്തെ ഒരു സൂക്ക് കൂട്ടായ്മ നാട്ടിൽ നടന്നു കഴിഞ്ഞു. നടക്കുന്നു. എപ്പോഴാണത് സംഘാടക സമിതി ഉണ്ടാക്കി. എപ്പോഴാണ് നടത്തുന്നത്? ഈ ഒക്ടോബർ 18 എവിടെയാണ് ലൊക്കേഷൻ? 19. ഈ എലാങ്കോട് അത് വെക്കാനുള്ള കാരണം എന്താണ്? എലാംകൂട് സൂക്കിലുള്ള നല്ലൊരു ശതമാനമൊക്കെ എലാംകൂട് എന്ന് പറയും. എത്ര പേരാണ് നിങ്ങളുടെ അങ്ങനത്തെ എത്ര പേരുണ്ട്? അലാങ്കോടിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മദീന എന്ന് പറയുന്നതിന്റെ ഫൗണ്ടറും കാര്യങ്ങളും എല്ലാ എലാങ്കോട് ഈ നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എത്ര പേരുണ്ട് ഇപ്പോ? നമ്മുടെ ഇപ്പോഴും ഒരു 125ഓളം ആൾക്കാർ ഇപ്പോഴത്തെ ഇനി കുറച്ചുകൂടെ വരാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. ഇതിങ്ങനെ സംസാരിച്ച് പോയാലുണ്ടല്ലോ, കാരണം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ദുബായ്, അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ദുബായ്. നമ്മുടെ കരുത്താണത്. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഭരണാധികാരികളുള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യവസായ പ്രമുഖരുള്ള, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കേരളത്തിന് എപ്പോഴും താങ്ങും തണലുമായി നിൽക്കുന്ന ദുബായിലെ മലയാളികളാണ്. അതുകൊണ്ട് ദുബായിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം നമ്മുടെ മനസ്സിനൊരു കുളിരാണ്, ഒരു കാറ്റാണ്, ഒരു ഇഷ്ടമാണ്. അവിടെ പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടു പോകും. ചാനലിന് ഇതിൻ്റെ ഈ പ്രോഗ്രാമിനൊക്കെ ചില സമയപരിധികളുണ്ട്. എന്തായാലും നല്ലൊരു തുടക്കമാണ്. ഇതിൻ്റെ തുടർച്ചയായി വീണ്ടും പ്രവാസ ലോകത്തിൻ്റെ കഥകളുമായി ഞങ്ങൾ വരും. ഈ നൊസ്റ്റാൾജിയ ടീമിൻ്റെ പ്രോഗ്രാം എൻ്റെ എല്ലാ പരിപാടികൾക്കും കണ്ണൂർ വിഷനും കേരള വിഷനും ഒപ്പം സഞ്ചരിക്കാൻ ഞാൻ ഇതിൻ്റെ മേലധികാരികളുടെ അനുമതി തേടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത 3 പേർക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.